എല്ലാവർക്കും പുതിയൊരു വീക്കിലെ അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ന്യൂ ഇയറിന് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ട്രേഡേഴ്സും ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് മൺഡേ ട്യൂസ്ഡേ ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 31 അതേപോലെ ന്യൂ ഇയർ ഫസ്റ്റൊക്കെ ആയിരിക്കും അവധി കൂടുതലുള്ള ആ ദിവസങ്ങളിലൊക്കെ കാര്യമായിട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെ നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും കഴിഞ്ഞ വീക്കിൽ ഇനി പ്രൈസ് ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയിട്ട് താഴേക്ക് പോകും, ഓൾ ടൈം ഹൈ ഒന്നും ഹിറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനാലിസിസ് പ്രകാരം നല്ല ഹൈ പ്രയോറിറ്റി എൻട്രി സെറ്റപ്പായിരുന്നു. അതെന്തായാലും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഞാൻ ഹൈ ടൈം ഫ്രെയിമിൽ എൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റായിട്ട് അത് നടന്നു, അടിപൊളി. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, എപ്പോൾ നടക്കുമെന്ന് പറയാനായിട്ട് നമ്മളൊന്നുമല്ല, നമ്മൾ ഗോഡായിരിക്കണം അങ്ങനെയൊക്കെ പറയാനായിട്ട്. നമ്മുടെ ടെക്നിക്കൽ പരമായിട്ട് നമുക്കത് അത് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല വരുമാനം കിട്ടിയ ഒരാഴ്ചയായിരുന്നു, മാസമായിരുന്നു, വർഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റട്ടെ. അതുപോലെ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമേ, വളരെ സെലക്റ്റീവായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന എൻ്റെ കോഴ്സിലേക്ക് ആളുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്, സീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ജാനുവരിയിലത്തെ കുറച്ച് പേരെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം പഠിച്ച് ഇതിൽ നിന്ന് സെറ്റാകണം. സമയമില്ല എന്നുണ്ടെങ്കിലും സമയം ഉണ്ടാക്കി ഇത് പഠിക്കുമെന്നുള്ളത്, നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ താഴെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മാസം പ്രൈസ് നല്ല ബുള്ളിഷായിരുന്നു അല്ലേ? കുറേ മാസങ്ങളായിട്ട് പ്രൈസ് ബുള്ളിഷായിരുന്നു. ഇവിടെ വന്നിട്ടാണ് പ്രൈസ് ഈ ഒരു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഇങ്ങനെ വന്ന് നിന്നു. വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് പോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ജാനുവരി മുതൽ നല്ലൊരു ബുള്ളിഷിലേക്ക് വന്നൊരു ബിയറിഷ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഒരു സൈഡ് വേ ട്രെൻഡ് ഒരു 5 മന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് വന്നു. ഇവിടെയായിരുന്നു നമുക്കൊരു പ്രൈസ് ബിയറിഷിലേക്ക് ചെറുതായിട്ട് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് അവിടെയൊക്കെ കയറിപ്പോവുകയും ചെയ്തു. നമുക്ക് വീക്കിലേക്ക് വരാം. ഈ വീക്കിൽ എന്താ സംഭവിച്ചത്? നല്ലൊരു ബുള്ളിഷ് ക്യാൻഡില. മറ്റുള്ള വീക്കിൽ ഇവിടെ ഒരു സൈഡ് വേ ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ കാണുന്നതാണ്. അതായത് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും? വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോൾ അത് നമുക്ക് ഡെയിലി നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നോക്കിയേ, ഡെയിലി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹൈ വന്ന് ഈ ഉണ്ടാവുന്നൊരു ക്യാൻഡിൽ എന്തായാലും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓൾ ടൈം ഹിറ്റ് ചെയ്യുമ്പോൾ 2 അല്ല 3 രീതിയിൽ ഓൾ ടൈം ഹിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഒരു വിഗ് ബ്രേക്ക് നടന്ന പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാം. നല്ല പുൾ ബാക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വിഗ് ബ്രേക്ക് നടത്തുന്ന ക്യാൻഡിൽ നമ്മളുടെ ട്രാപ്പ് അല്ലാത്തൊരു IFC ക്യാൻഡിൽ, ട്രാപ്പായിട്ടുള്ള IFC ക്യാൻഡിലുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ട്രാപ്പ് അല്ലാത്തൊരു IFC ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ ഈ ലോ അല്ല, ഈ ലോ വരെ പ്രൈസ് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ബോഡി ബ്രേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതാണ്, ഇനി വലിയ പുൾ ബാക്ക് ഒന്നും ഉണ്ടായാലും പ്രൈസ് കയറി തന്നെ പോകും. എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ബോഡി ബ്രേക്ക് അല്ല സ്ട്രോങ് ആണെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രൈസ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കയറിപ്പോയി. അപ്പോൾ ഈ ഒരു ബോഡി ബ്രേക്ക് നടന്നതിന് ശേഷം പ്രൈസ് നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 4030-35 പ്രൈസ് 4560 വരെ പ്രൈസ് പോയിട്ടുണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സെൽ എൻട്രി പിടിക്കാൻ പോലും നമ്മൾ ഈ ഒരു പൊസിഷനിലൊക്കെ ഒരുപാട് സെൽ എൻട്രി പിടിച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഷോർട്ട് ടൈം ആണ്, ബൈ മാത്രമാണ്. ലോങ് ടൈം പറഞ്ഞു ഇവിടെ നിന്ന് സെല്ല് പിടിക്കരുതെന്ന് എടുത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു ബിയറിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ സെല്ല് പിടിക്കരുത്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്, നല്ല ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രൈസ് ഇനിയിപ്പോൾ പ്രൈസ് വീണ്ടും ഇപ്പോൾ 4537 ഏകദേശം 47-48-50 വരെ വന്നിട്ടുണ്ട്. ഇനി 4560 മേൽ 1 അവറിൻ്റെ ക്യാറ്റിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോകുന്നതാണ്. നമുക്ക് ഇവിടെയൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഒരു സെറ്റപ്പിൽ വെച്ചാൽ, അതായത് ബ്രേക്ക് ഡൗൺ സെറ്റപ്പിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1 അവറിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 അവറിൻ്റെ ഐഡിയം എടുത്തു, ജസ്റ്റ് റിയാക്ഷൻ, അതിനുശേഷം 1 അവറിൻ്റെ OBയിൽ വന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. ഈ എൻട്രി എടുത്ത ആൾക്കാർക്കൊക്കെ തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു എൻട്രി തന്നെയായിരുന്നു ഈ ഒരു പ്രൈസ്. അതായത് പ്രൈസ് ബുള്ളിഷിൽ നിൽക്കുമ്പോൾ നമുക്ക് ബുള്ളിഷിലേക്കുള്ള സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു POയിൽ തന്നെയാണെങ്കിൽ നല്ല, അത് 1 അവറിൻ്റെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 50 മിനിറ്റൊക്കെ നോക്കി തന്നെ കാണാൻ പറ്റും. 1 അവറിൻ്റെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണമെന്ന്. ഇപ്പോൾ എന്താ 50 മിനിറ്റ് ഐഡിയം എടുത്തു, പ്രൈസ് അവിടെ നല്ലൊരു എൻട്രി സെറ്റപ്പ് വന്നു, പ്രൈസ് അവിടെ നിന്ന് കയറിപ്പോയി. പല ആൾക്കാരും ഈ ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗ്യാപ്പ് എടുക്കാം. പക്ഷേ ചില ബുള്ളിഷ് ദിവസങ്ങളിൽ ഈ ഗ്യാപ്പ് പോലും എടുക്കാതെ പ്രൈസ് കയറിപ്പോവുക. ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് എടുത്തു പോയത് കൊണ്ട് തന്നെ പിന്നെ
നമുക്ക് ഈ ഒരു പൊസിഷനിൽ ചിലപ്പോൾ രണ്ടാമത് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പല ആൾക്കാർ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് 4,500 ആ ഒരു റേഞ്ച്, ഞാൻ പറഞ്ഞു ഇത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. പ്രൈസ് കറക്റ്റായിട്ട് ആ ഒരു റേഞ്ച് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ റേഞ്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4,060 ബ്രേക്ക് ചെയ്ത് 1 അവറിൻ്റെ ക്യാൻഡിൽ പുതിയ ഓപ്പൺ ചെയ്താൽ മാത്രം അത് ഹോൾഡ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആകാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും നമ്മുടെ ബൈ സെറ്റപ്പിലേക്ക് വരികയാണെങ്കിലൊക്കെ സെൽ സെറ്റപ്പ് പറയണേയില്ല. ഇനി സെൽ സെറ്റപ്പ് നമുക്ക് നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞതിന് ശേഷം, അടുത്ത വീക്കൊക്കെ വന്നതിന് ശേഷം നല്ല രീതിയിൽ അനാലിസിസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ സെല്ല് പറയുള്ളൂ. അപ്പോൾ ബൈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ മൺഡേ ട്യൂസ്ഡേ ഒക്കെ മാർക്കറ്റ് ലൈവ് ആയിരിക്കും. അതേപോലെ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ നോക്കുക, ഫ്രൈഡേ ഒക്കെ നോക്കുക. വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ഒരുപാട് ഹോളിഡേയ്സ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ മന്തിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് എങ്ങനെയാണ് ഈ ഒരു മാസം നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് പോയത്? നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് ബ്രിട്ടീഷ് പൗണ്ട് നിന്നയിച്ചത് അല്ലേ. ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ മന്ത് നല്ല ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പല ഓബികളും ജസ്റ്റ് റിയാക്ട് ചെയ്ത് ഫെയിലാകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീക്കിൻ്റെ നോക്കിക്കഴിഞ്ഞാലാണെങ്കിലും കഴിഞ്ഞ വീക്ക് ജസ്റ്റ് ഒരു റിയാക്ഷൻ ക്യാൻഡിലായിട്ട് വന്നു. പക്ഷേ നെക്സ്റ്റ് വീക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വീണ്ടും ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. ബിയർഷിലേക്ക് വരാൻ നമുക്ക് ഡേയുടെ IDM ഒക്കെ എടുത്തു, പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇത് ഒരു സിംഗ് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ ഇച്ചിരി ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അവറിൻ്റെ പല ഓബിയും ജസ്റ്റ് റിയാക്ട് ചെയ്ത് പോയേക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഡേയുടെ ആ എക്സ്ട്രീം ഓബിയില്ല, അവിടെ നിന്ന് ഹെവി റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നല്ല ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കിട്ടും. നമുക്ക് 1 അവറിൻ്റെയൊക്കെ വരികയാണെങ്കിൽ 1 അവറിൻ്റെ OBയിൽ നിന്നാണ് ഫസ്റ്റ് റിയാക്ഷൻ നിൽക്കുന്നത്. ഏകദേശം അതിൻ്റെ ടാർഗറ്റിൻ്റെ അവിടെ എത്താറായപ്പോഴാണ് പ്രൈസ് വീണ്ടും ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടാർഗറ്റ് വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മുടെ ഒരുപാട് OB പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ മെയിൻ ഹൈ എടുക്കാനുള്ള സാധ്യത വളരെ കുറവായി. ഇവിടെ നിന്ന് വീണ്ടും റിയാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഒരു ജസ്റ്റ് ഈ ഒരു ഹൈയോ അല്ലെങ്കിൽ ഈ ഒരു ലോയിലേക്ക് കൊണ്ടുവന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് കൊണ്ടുവന്ന് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ പ്രീവിയസ് ഹൈയൊക്കെ തന്നെ ഈ ഒരു ഹൈയൊക്കെ വെക്കാതെ ഇവിടെയൊക്കെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടാർഗറ്റ് കിട്ടുക. എന്ന് വെച്ചാൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറുകൾ നിൽക്കുന്ന ട്രേഡുകളാണെങ്കിൽ നല്ല ട്രേഡാണ്. വലിയ പിപ്സ് മൂവ്മെൻ്റൊക്കെ നമ്മൾ ഗോൾഡ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ റിസ്ക് എടുക്കാൻ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് ട്രേഡ് എടുത്തു പോകുന്നവർക്ക്. അപ്പോൾ ഞാൻ ബൈ എൻട്രി ആണ് വരുന്നത്. സെൽ എൻട്രി ഞാൻ ആ ഒരു പൊസിഷനിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ബൈ കിട്ടുന്ന ആ ഒരു പൊസിഷനിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ബൈ കിട്ടുന്നതൊക്കെ എടുക്കാം. നല്ല രീതിക്ക് സെല്ല് എടുക്കണം. അതിന് മുമ്പ് സെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ നല്ലൊരു കൺഫർമേഷനൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നേരെ യൂറോ USDയിലേക്ക് വരാം. ഓൾറെഡി ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, നമുക്ക് മന്തിലൊന്നും പറയാനില്ല. വീക്കിലാണെങ്കിലും പ്രൈസ് ഒരു ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡേയുടെ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രൈസ് സെല്ലിലേക്ക് വരാനുള്ളൊരു സെറ്റപ്പൊന്നും ആയിട്ടൊന്നുമില്ല. പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെയാണ് പോകണം. ചിലപ്പോൾ ഈ ഹൈ എടുക്കാം, അല്ലെങ്കിൽ ഈ വീക്ക് ഒന്ന് റിയാക്ട് ചെയ്ത് വീണ്ടും ഒന്ന് ഇറങ്ങാം. നമുക്ക് 4 അവറിലേക്ക് പോകാം. 4 അവറിലേക്ക് വരുമ്പോൾ ഇച്ചിരിയും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും ബുള്ളിഷ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബൈ തന്നെ നോക്കുന്നതാണ്. ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക, സെല്ലിലേക്ക് എടുക്കുക. ലോങ് ടൈം സെല്ല് മാത്രം പറയുന്നുള്ളൂ, അല്ലാത്തൊരു സെല്ല് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ യൂറോ USD ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. എല്ലാത്തിലും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകാം. ഓസ്ട്രേലിയൻ ഡോളറിൽ കുറേ നാളായി ട്രേഡ് ചെയ്തിട്ട് ഞാൻ ഗോൾഡ് കഴിഞ്ഞാൽ നേരെ GBP, അതിന് ശേഷം AUD. പക്ഷേ ഒരുപാട് നല്ല ട്രേഡുകൾ നല്ല പ്രോഫിറ്റും ഗോൾഡിൽ കിട്ടുന്ന സമയത്ത് വേറെ ഒന്നിലേക്കൊന്നും നോക്കാറില്ല. എന്ന് വെച്ചാൽ ഗോൾഡിൽ ഇത്രയും നല്ല ചാകര കിടക്കുമ്പോൾ അല്ലെ, ഇത്രയും നല്ല ചാൻസ് കിടക്കുമ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി നിൽക്കില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ബെറ്റർ പെയറാണ് ഗോൾഡ്. അത്രയും സെറ്റാണതിൽ. അപ്പോൾ എൻ്റെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ഗോൾഡിൽ നമുക്ക് എല്ലാവരും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെവി ബുള്ളിഷാണ് അല്ലേ, നല്ല ബുള്ളിഷാണ്. കറൻസികളെല്ലാം തന്നെ നല്ല ബുള്ളിഷായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വീക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലോങ് ടൈം സെല്ല് പറഞ്ഞൊരു പൊസിഷനാണ്. ധൈര്യമായിട്ട് ആരോടൊന്ന് ലോങ് ടൈം എടുക്കുക. കൺഫർമേഷൻ വേണം, വിത്തൗട്ട് കൺഫർമേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടില്ല. നമ്മൾ ഈ ഒരു എൻട്രി എടുത്തതാണല്ലേ, നമ്മളിത് ലോങ് ടൈം ഇതേപോലെ തന്നെ പറഞ്ഞൊരു എൻട്രിയാണ്. ഒരുപാട് പേർക്ക് നല്ല പ്രോഫിറ്റ് എടുത്ത് കിട്ടിയ എൻട്രിയാണ്. നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ്. സാധാരണ ഇവിടെ നിന്നൊക്കെ വീഴുമ്പോൾ ഇവിടെ നിന്നൊക്കെ കയറുന്നത് സാധാരണ കയറുന്നത് പോലെയല്ല, നല്ല ബിൽഡപ്പ് തന്നാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയത്.
അപ്പോൾ നമുക്ക് 4 ഓവറിലേക്ക് വരാം. 4 ഓവറിലേക്ക് വരുമ്പോൾ ഓൾറെഡി പ്രൈസ് ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ബുള്ളിഷിൽ തന്നെ നിൽക്കുന്നത്. നമുക്ക് സെല്ലിലേക്ക് കിട്ടുന്നത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കിൻ്റെ സെല്ല് നോക്കുക, അല്ലാത്തത് കൂടുതൽ ബൈ ഒക്കെ എടുത്തിട്ട് ടാർഗറ്റുകളൊക്കെ ചെയ്യുക. ലോങ് ടൈം എൻട്രി സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷൻ പിടിക്കണേക്കും ബെറ്റർ. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് വളരെ അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലാസ്റ്റ് വീക്കാണ്, ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ സൂക്ഷിച്ചും കാര്യങ്ങളും ആ ട്രേഡ് ചെയ്യുക. പരമാവധി എൻജോയ്മെൻറ്റിലേക്ക് പോവുക. പരമാവധി നിങ്ങൾ എടുത്ത പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എൻകാഷ് ചെയ്ത് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ കറക്റ്റായിട്ട് വീട്ടുക. നമ്മളൊരു കാര്യത്തിലും ഫുള്ളായിട്ട് കൊണ്ട് ഇടരുത്. നമുക്ക് കിട്ടുന്ന കാശ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടരുത്, കൂടുതൽ കടങ്ങൾ വിട്ടാൽ നിൽക്കരുത്, കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് വയ്ക്കുക. എല്ലാം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, നല്ല ഗോളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ഈ ആഴ്ചകളൊക്കെ നല്ല ഗോളൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത മാസം മുതൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം നമ്മളുടെ പ്രോഫിറ്റിന് ഇൻവെസ്റ്റ് ചെയ്യണം, ബാക്കി എങ്ങനെ നമ്മുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യണം, നമ്മുടെ പുതിയ ഗോളുകൾ എങ്ങനെ ചെയ്യണം, ചെറിയ ചെറിയ ഗോളുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ മാത്രമല്ല ലൈഫിൽ തന്നെ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് പോകുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ തീരുമാനമാണ്. അപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ നല്ലതാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതേപോലെയുള്ള ലക്ഷ്യങ്ങളുണ്ടാകണം. ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം, ഡിസിപ്ലിൻ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കോഴ്സിലൊക്കെ ട്രേഡ് ചെയ്ത് തോന്നുന്നത് പോലെയൊക്കെ ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, വെൽ പ്രാക്ടീസ്, വെൽ ജേണലൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ വിജയം ഉണ്ടാകുന്നത് വലിയ വലിയ ലോസിൽ നിന്നാണ്. അങ്ങനത്തെ വലിയ ലോസ് ഉണ്ടാകണമെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യുന്ന ലോസ് ആയിരിക്കണം. വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന കോഴ്സിലും ആരെങ്കിലും പറയുന്നത് കേട്ട് ട്രേഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്ന ലോസിൽ നിങ്ങൾ ഒന്നും പഠിക്കില്ല. കാശ് എങ്ങനെ കളയാമെന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ. പക്ഷേ എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് പ്രോഫിറ്റും കിട്ടും ലോസും കിട്ടും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ആ രീതിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് അടുത്ത വർഷമൊക്കെ പോകണമെങ്കിൽ ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ അടിപൊളിയായിട്ടൊരു 1 ഇയർ കഴിയുമ്പോഴേക്ക് സെറ്റാവും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ട് എന്ന് ആശംസയോട് നിർത്തുന്നു. അതേപോലെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.